നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. രാജ്യം 2047ഓടെ വികസിത് ഭാരത് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് സ്ഥിരതയുള്ള ഒരു ഗവൺമെന്റിന്റെ ആവശ്യകതയുടെ പ്രാധാന്യത്തെ അടിവരയിട്ട് ധനമന്ത്രി നിർമ്മല സീതാരാമൻ GITAM യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. 2047ഓടെ വികസിത ഇന്ത്യ എന്ന ലക്ഷ്യത്തിലെത്തണമെന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷ്യം. നാം ഇതിനായി പരിശ്രമിക്കേണ്ടതുണ്ട്. ഇതുമൂലം GDP വളരുന്നു. അതിന്റെ നേട്ടങ്ങൾ എല്ലാവരിലേക്കും എത്തുന്നു. GDP വളർച്ച യാന്ത്രികമായി സംഭവിക്കുന്ന ഒന്നല്ല. മൈക്രോ മാക്രോ തലങ്ങളിലും നിലത്തിലും ശ്രമങ്ങൾ ആവശ്യമാണെന്നും അവർ പറഞ്ഞു. ഇതിനു പുറമെ GDPയുടെ റാങ്കിങ്ങിനൊപ്പം രാജ്യത്തിന്റെ പ്രതിച്ഛായയും പ്രധാനമാണ്. പ്രതിശീർഷക വരുമാന കണക്കുകൂട്ടലുകൾക്കൊപ്പം തന്നെ ഈ ഘടകങ്ങളെല്ലാം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് എന്നും അവർ പറഞ്ഞു. GDP വർദ്ധിച്ചില്ല എങ്കിൽ സമ്പദ് വ്യവസ്ഥയുടെ ആവശ്യകതകൾ നിറവേറ്റാൻ നമുക്കാവില്ല. നിക്ഷേപം വളരാൻ സേവനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആളുകൾക്ക് വീട് വാങ്ങാനും ബിസിനസ് ആരംഭിക്കുവാനും പണം ആവശ്യമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വികസിത വേഗതത്തെ ചോദ്യം ചെയ്ത മുൻ ധനമന്ത്രി P. ചിദംബരത്തെ അവർ വിമർശിച്ചു. ഇന്ത്യ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുന്നത് ഗണിതശാസ്ത്രപരമായ അനിവാര്യതയാണ് എന്ന് നിർമ്മല സീതാരാമൻ പറഞ്ഞു. നഗരങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് UPI സംവിധാനം ജീവിതങ്ങളിലേക്ക് മാറി മറിയുകയാണെന്നും അവർ പറഞ്ഞു. പാവപ്പെട്ട ഗ്രാമീണ സ്ത്രീകൾ ഇപ്പോൾ ഡിജിറ്റൽ പണമിടപാടുകൾ ഇഷ്ടപ്പെടുന്നു. മുൻ ധനമന്ത്രി ഉന്നയിച്ച സാധാരണക്കാരുടെ കഴിവുകളെ കുറിച്ചുള്ള സംശയങ്ങൾ ഇന്ന് നിരാകരിക്കുന്നു. UPI ഭരണകാലത്ത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ വളരെയധികം കഷ്ടപ്പാടുകൾ അനുഭവിക്കുകയും ചെയ്തു. എന്നാൽ NDAയുടെ ഭരണത്തിൽ രാജ്യം ആദ്യ 5-ൽ എത്തുന്നതും അതുവരെയും വർഷത്തിൽ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറാനുള്ള പാതയിലേക്കാണെന്നും സീതാരാമൻ പറഞ്ഞു. കൂടാതെ അനുസന്ധൻ കോർപ്പസിനായി ഇന്ത്യ ഗവൺമെന്റ് ഏകദേശം 1 ലക്ഷം കോടി വകയിരുത്തിയിട്ടുണ്ട്. ഈ നിക്ഷേപം വിവിധ മേഖലകളിൽ ഇന്ത്യയുടെ ഗവേഷണ ബഡ്ജറ്റ് വർദ്ധിപ്പിക്കുവാനും രാജ്യത്തെ ഉൾക്കൊള്ളുന്ന വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുവാനും ലക്ഷ്യമിടുന്നുണ്ട് എന്നും അവർ കൂട്ടിച്ചേർത്തു.